Hi all, good morning and welcome back to another session of Theory of Structures. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബെൻഡിങ് സ്ട്രെസ്സസിനെ കുറിച്ച് മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു പർട്ടിക്കുലർ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീമിലെ സ്ട്രെസ്സസിനെ കുറിച്ചാണ്. അതിൽ ബെൻഡിങ് സ്ട്രെസ് ഉണ്ട്, ഷിയർ സ്ട്രെസ് ഉണ്ട്. അതിലെന്താണ് ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് ജസ്റ്റ് സിമ്പിൾ ബെൻഡിങ് തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ടായിരുന്നു. ആ തിയറിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സിമ്പിൾ ബെൻഡിങ് തിയറിയിൽ നമ്മൾ അതിന്റെ അസംഷൻസ് കണ്ടു. അത് കഴിഞ്ഞ സിമ്പിൾ ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷന്റെ ഡെറിവേഷൻ നമ്മൾ കണ്ടു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ സിമ്പിൾ ബെൻഡിങ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ആ ഇക്വേഷനിലുള്ള ചില ടേംസ് ലൈക്ക് ബെൻഡിങ് സ്ട്രെസ്, അതുപോലെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്, ദെൻ സെക്ഷൻ മോഡുലസ്, ഇങ്ങനെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ടേംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അത് കഴിഞ്ഞ് സെക്ഷൻ മോഡുലസ് കുറച്ച് സ്റ്റാൻഡേർഡ് സെക്ഷൻ, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ സെൻട്രോയിഡും മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒക്കെ കണ്ടതുപോലെ ചില സ്റ്റാൻഡേർഡ് സെക്ഷൻസിന്റെ സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കുന്ന ചെറിയ രീതിയിലുള്ള കാൽക്കുലേഷൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുക. സോ ലെറ്റ് us സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് നമുക്കൊന്ന് ബെൻഡിങ് ഇക്വേഷൻ ഒന്നുകൂടെ കാണാം. ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അവസാനത്തെ സ്ലൈഡ് ഇതായിരുന്നു. ബെൻഡിങ് ഇക്വേഷൻ M/I ഈസ് ഈക്വൽ ടു F/Y ഈസ് ഈക്വൽ ടു E/R. ഇതിൽ M എന്ന് പറഞ്ഞാൽ ഒരു ബീമിൽ പ്യുവർ ബെൻഡിങ് നടക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റിനാണ് നമ്മൾ M എന്ന് റെപ്രസെന്റ് ചെയ്യുക. I എന്ന് പറഞ്ഞാൽ ആ ബീമിന്റെ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ്. നെക്സ്റ്റ് F ഈസ് നത്തിങ് ബട്ട് ദ ബെൻഡിങ് സ്ട്രെസ്. അതായത് ഒരു ബീം ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മീൻസ് പ്യുവർ ബെൻഡിങ് നടക്കുമ്പോൾ അതിൽ സ്ട്രെസ്സസ് ഉണ്ടാവും. ആ സ്ട്രെസ്സസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെൻഡിങ് സ്ട്രെസ്. Y എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബീമിൽ ഓരോ ലെയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ബീമിന് ഓരോ ലെയറും ഓരോ ഫൈബർ ലെയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഓരോ ഫൈബറിലേക്കുമുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ Y എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, നൗ E ഈസ് യങ്സ് മോഡുലസ്, യു നോ, ആൻഡ് R ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ. നമുക്കറിയാം ബീം ഒരു കർവിന്റെ ഒരു പോർഷൻ പോലെയാണ്, ഒരു സർക്കിളിന്റെ ഒരു പോർഷനാണ് കർവ് എന്ന് പറയാം അല്ലെ. ആ കർവ് പോലെയാണ് ബീം ബെൻഡ് ചെയ്യുക. അങ്ങനെ ബീം ബെൻഡ് ചെയ്യുമ്പോഴുള്ള റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് R. സോ അത് ഓർത്തിരിക്കുവാൻ വേണ്ടി നമ്മളൊരു കോഡും പിടിച്ചു, മേ ഐ ഫോളോ യു എലിസബത്ത് റാണി എന്ന് പറഞ്ഞിട്ട്. സോ ദിസ് ഈസ് യുവർ ബെൻഡിങ് ഇക്വേഷൻ. സോ ഈ ബെൻഡിങ് ഇക്വേഷനിലുള്ള കുറച്ച് ടേംസിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകും. അതിൽ ഒന്നാമത്തേതാണ് ബെൻഡിങ് സ്ട്രെസ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് കാണാം. എന്താണ് ബെൻഡിങ് സ്ട്രെസ് എന്ന്? ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ബെൻഡിങ് ഓഫേർഡ് ബൈ ഇന്റേണൽ സ്ട്രെസ്സസ് ഇൻഡ്യൂസ്ഡ് വെൻ എ ബെൻഡിങ് മൊമെന്റ് ട്രൈസ് ടു ബെൻഡ് എ ബീം ഈസ് കോൾഡ് ബെൻഡിങ് സ്ട്രെസ്. ഓക്കെ, എന്താ ഇതിന്റെ അർത്ഥം? ഞാനിവിടെ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്. ആ ഇമേജ് ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ്. ഈ ഇമേജിൽ പറയുന്നത് നിങ്ങൾക്ക് കാണാം, ഒരു ബീമുണ്ട്. ആ ബീമിൽ എക്സ്റ്റേണൽ ആയിട്ടൊരു ബെൻഡിങ് മൊമെന്റ് അല്ലെങ്കിൽ മൊമെന്റ് ആക്ട് ചെയ്യുന്നുണ്ട്, M എന്ന് റെപ്രസെന്റ് ചെയ്തിട്ട്. സോ ബീം എമ്മിൽ മൊമെന്റിൽ ബെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, അതിന്റെ ന്യൂട്രൽ ആക്സിസിന്റെ മുകളിലോട്ട് അതിനെന്താ സംഭവിക്കുക? എല്ലാ ലെയറിലും കംപ്രഷൻ ആണ് സംഭവിക്കുക. ന്യൂട്രൽ ആക്സിസിന് താഴോട്ട് എന്താ സംഭവിക്കുക? ടെൻഷൻ ആണ് സംഭവിക്കുക അല്ലെ. ന്യൂട്രൽ ആക്സിസിന്റെ മുകളിൽ കംപ്രഷൻ സംഭവിക്കും, ന്യൂട്രൽ ആക്സിസിന്റെ താഴെ ടെൻഷൻ സംഭവിക്കും. ന്യൂട്രൽ ആക്സിസിന്റെ മുകളിലുള്ള ഓരോ സിംഗിൾ ലെയറും എടുത്താൽ ആ ലെയറിലെല്ലാം കംപ്രസ് ആവാനുള്ള ടെൻഡൻസി ഉണ്ട് അല്ലെ. സോ ദർ ഈസ് എ കംപ്രസീവ് സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ഓൾ ദ ലെയേഴ്സ് അബവ് ന്യൂട്രൽ ആക്സിസ്. ബിലോ ന്യൂട്രൽ ആക്സിസ് all the layers are trying to expand. So there is a tensile stress developed below neutral axis. So ഓരോ ലെയർ എടുത്ത് നിങ്ങൾക്ക് ഇവിടെ ആരോ കാണാം, മുകളിൽ ഓരോ ലെയറിലും കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നു, താഴെ ഓരോ ലെയറിലും ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ കംപ്രസീവ് സ്ട്രെസ്സും ടെൻസൈൽ സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യുന്ന ഈ സ്ട്രെസ്സസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെൻഡിങ് സ്ട്രെസ്. ഇത് ആക്ച്വലി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മളൊരു എക്സ്റ്റേണൽ മൊമെന്റ് കൊടുത്തു കഴിയുമ്പോൾ, എക്സ്റ്റേണൽ മൊമെന്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിൽ മൊമെന്റ് വരുന്നു. ആ മൊമെന്റ് ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു ആ ബീമിനെ. ആ ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലെ. യൂഷ്വലി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ട്രെയിൻ ഉണ്ടാകുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാവുക. സോ ബെൻഡിങ് സംഭവിക്കുന്ന സമയത്ത് എല്ലാ ലെയറും എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും അല്ലെ, എലോങ്ങേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സിസിന്റെ മുകളിൽ കംപ്രസ്ഡ് ആവാൻ ശ്രമിക്കും. സോ അതിനെ തടുക്കാൻ വേണ്ടി ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഇറ്റ് വിൽ ബി കംപ്രസീവ് ഇൻ നാച്ചർ എബവ് ന്യൂട്രൽ ആക്സിസ്.
tensile in nature below neutral axis, and that particular stress which acts as a resistance to the bending is known as bending stress. So bending stress അതാണ്. ഇനി ബെൻഡിങ് സ്ട്രെസ്സിന്റെ എന്താണെന്ന് നമുക്കൊരു ഇക്വേഷൻ വൈസ് അനലൈസ് ചെയ്യാൻ നമ്മൾ നേരത്തെ കണ്ട ബെൻഡിങ് ഇക്വേഷൻ നമുക്ക് എടുക്കാം. ബെൻഡിങ് ഇക്വേഷനിൽ അവസാനത്തെ രണ്ട് പാർട്ട് എഫ് ബൈ വൈ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ, എഫ് ബൈ വൈ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ എന്ന ഇക്വേഷനിൽ എഫ് ആണ് ബെൻഡിങ് സ്ട്രെസ്. സോ എഫ് ഈസ് നത്തിങ് ബട്ട് ഇ ബൈ ആർ ഇൻറ്റു വൈ. എഫ് ഈസ് നത്തിങ് ബട്ട് ഇ ബൈ ആർ ഇൻറ്റു വൈ. അഗൈൻ അതിന് ആദ്യത്തെ രണ്ട് പാർട്ട് എടുത്താൽ യു ഹാവ് എഫ് ബൈ വൈ ഈസ് ഈക്വൽ ടു എം ബൈ ഐ. സോ എഫ് ബൈ വൈ ഈസ് ഈക്വൽ ടു എം ബൈ വൈ. സോ യു ഗെറ്റ് എഫ് ഈസ് ഈക്വൽ ടു എം ബൈ ഐ ഇൻറ്റു വൈ. ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ ബെൻഡിങ് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ആയിരുന്നു. സോ ഇതിൽ ആദ്യത്തെ ഇക്വേഷനിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്താൽ എഫ് ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ ഇൻറ്റു വൈ അല്ലെ. ഇ എന്ന് വെച്ചാൽ എന്താ? മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. അത് ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിൽ ഒരു പെർട്ടിക്കുലർ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ആയിരിക്കും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണെന്ന് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ സ്റ്റീലിന്റെ ടെൻസൈൽ സ്ട്രെസ്സും ഹുക്സ് ലോ ഒക്കെ പറയുന്ന സമയത്ത് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിൽ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ നമ്മുടെ ബീം ബെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. ഒരു ബീം ബെൻഡ് ചെയ്തു, അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇവിടെ വേരി ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടറേ ഉള്ളൂ, അത് വൈ ആണ്. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബീം എടുത്തു കഴിഞ്ഞാൽ ബീമിന്റെ ഓരോ ലെയറിലേക്കുമുള്ള ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് പറയുന്നത് അല്ലെ. ബീം എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ന്യൂട്രൽ ആക്സിസ് എന്ന് വിചാരിക്കുക. ഇവിടെ ഓരോ ലെയേഴ്സ് ഉണ്ട് അല്ലെ, മുകളിലുണ്ട് താഴെയുണ്ട്. ഓരോ ലെയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഓരോ ലെയറിനെ നമ്മൾ ഫൈബർ എന്ന് വിളിക്കും. ആ ഓരോ ഫൈബറിലേക്കുമുള്ള ഡിസ്റ്റൻസ് ആണ് വൈ. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ നോക്കി നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബെൻഡിങ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വൈ അല്ലെ. ബെൻഡിങ് സ്ട്രെസ് വൈ മാറുന്നതിനനുസരിച്ച് ഡയറക്റ്റ് ആയിട്ട് വേരി ചെയ്യും. അതായത് ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ സ്ട്രെസ് കൂടും, ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് കുറയും. സോ ഈ ഒരു റിലേഷൻ വെച്ച് നമുക്ക് എന്ത് പറയാം? ബെൻഡിങ് സ്ട്രെസ് ഇൻക്രീസസ് as distance from the centroid increases, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് ഇൻക്രീസസ്. നമ്മൾ പറഞ്ഞിരുന്നു ന്യൂട്രൽ ആക്സിസും സെൻട്രോയിഡും തമ്മിൽ മീറ്റ് ചെയ്യുന്നു അല്ലെ. ന്യൂട്രൽ ആക്സിസ് പാസ് ചെയ്യുക സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിലാണ് അല്ലെ. സോ ബോത്ത് വിൽ കോയിൻസൈഡ് നമ്മൾ പറഞ്ഞു. അപ്പൊ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് അല്ലെങ്കിൽ സെൻട്രോയിഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബെൻഡിങ് സ്ട്രെസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ എവിടെയായിരിക്കും ബെൻഡിങ് സ്ട്രെസ് ഏറ്റവും കൂടുതൽ? ഏറ്റവും ദൂരത്തിലുള്ള ഫൈബർ, അതായത് ബീമിന്റെ മുകളിലും താഴെയുമായിരിക്കും അല്ലെ. ടോപ്പ് ഫൈബറിലും ബോട്ടം ഫൈബറിലായിരിക്കും ബെൻഡിങ് സ്ട്രെസ് ഏറ്റവും കൂടുതൽ. സോ മാക്സിമം അറ്റ് ദ എക്സ്ട്രീം ഫൈബേഴ്സ് ആൻഡ് സീറോ അറ്റ് ദ ന്യൂട്രൽ ആക്സിസ്. ബെൻഡിങ് സ്ട്രെസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ന്യൂട്രൽ ആക്സിസിന്റെ ഡെഫിനിഷൻ തന്നെ അതായിരുന്നു. സോ ബെൻഡിങ് സ്ട്രെസ് സീറോ ആവുന്ന ആക്സിസിനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. സോ ന്യൂട്രൽ ആക്സിസിൽ ബെൻഡിങ് സ്ട്രെസ് സീറോ ആണ്. രണ്ട് എക്സ്ട്രീം ഫൈബേഴ്സിൽ, അതായത് ഏറ്റവും മുകളിൽ നമുക്കറിയാം കംപ്രഷൻ ആണ്, താഴെ ടെൻഷൻ ആണ്. സോ കംപ്രഷൻ ഏറ്റവും കൂടുതൽ കംപ്രസീവ് സ്ട്രെസ് എവിടെയായിരിക്കും? ഏറ്റവും മുകളിലുള്ള ബീമിന്റെ ലെയറിലായിരിക്കും അല്ലെ. കംപ്രസീവ് സ്ട്രെസ് ഏറ്റവും കൂടുതൽ ഏറ്റവും ദൂരത്തിലുള്ള, അതായത് ബീമിന്റെ ഏറ്റവും മുകളിലുള്ള ലെയറിലായിരിക്കും. വേറസ് ടെൻസൈൽ സ്ട്രെസ് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? ബീമിന്റെ ഏറ്റവും താഴെയുള്ള ലെയറിലായിരിക്കും. സോ ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് ഇൻക്രീസസ്, ബെൻഡിങ് സ്ട്രെസ് ഓൾസോ ഇൻക്രീസസ്. ഇത് അറിഞ്ഞിരിക്കുക. സോ ഈ ഒരു വേരിയേഷൻ അല്ലെ, സീറോ അറ്റ് ദ ആക്സിസ്, ദെൻ ഇറ്റ് ഇൻക്രീസസ് ടു മാക്സിമം അറ്റ് ദ ബോത്ത് ഫൈബേഴ്സ്. ടോപ്പ് ഫൈബറിലും ബോട്ടം ഫൈബറിലും ഏറ്റവും മാക്സിമം ആവുന്ന ഒരു വേരിയേഷൻ ഉണ്ട്. ഒരു ടിപ്പിക്കൽ വേരിയേഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. സോ ടിപ്പിക്കൽ ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. ഞാനൊരു ബീമിന്റെ സെക്ഷൻ എടുത്തു. ആ ബീമിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറഗുലർ ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ സെൻട്രോയിഡ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിച്ച ഒരു ഫിഗർ ആണിത്. സോ ബീമിന്റെ സെൻട്രോയിഡ് എടുത്തു. സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ന്യൂട്രൽ ആക്സിസ് അല്ലെങ്കിൽ എന്ന് വിളിക്കുക. ന്യൂട്രൽ ആക്സിസിന്റെ പ്രത്യേകത എന്താ? അവിടെ ബെൻഡിങ് സ്ട്രെസ് സീറോ ആണ്. സോ സെൻട്രോയിഡിൽ കൂടെയാണ് ന്യൂട്രൽ ആക്സിസും പാസ് ചെയ്യാതെ നമുക്കറിയാം. ഓക്കെ, സോ സാഗിങ് മൊമെന്റ് ആണ് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഇറഗുലർ ഷേപ്പ് ഉള്ള സെക്ഷൻ ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു റെക്ടാങ്കുലർ സെക്ഷൻ കാണുന്നില്ല ഈ ഒരു ബീമിന് നമ്മൾ ഇമേജിൽ കാണിച്ചിരിക്കുന്നത്. അതിന് പകരം ഇതേപോലെ ഒരു ഇറഗുലർ സെക്ഷൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ ഒരു ബീമിന്റെ ബെൻഡിങ് സ്ട്രെസ് നമ്മൾ വിളിക്കാൻ പോകും. ആ സെക്ഷനിൽ കൂടെയുള്ള ബെൻഡിങ് സ്ട്രെസിന്റെ വേരിയേഷൻ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ന്യൂട്രൽ ആക്സിസിൽ സീറോ ആണ്, എക്സ്ട്രീം ഫൈബേഴ്സിൽ മാക്സിമം ആയിരിക്കും. സോ ഈ ബീം ബെൻഡ് ചെയ്യുന്ന സമയത്ത് എബവ് ന്യൂട്രൽ ആക്സിസ് സാഗിങ് മൊമെന്റ് ആണ്, പ്യുവർ ബെൻഡിങ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? എബവ് ന്യൂട്രൽ ആക്സിസ് it will be in compressive stress and below neutral axis it will be in
ടെൻസൈൽ സ്ട്രെസ് അല്ലെ. എബോവ് ന്യൂട്രൽ ആക്സിസ് കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും, ബിലോ ന്യൂട്രൽ ആക്സിസ് ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. സോ മുകളിൽ കംപ്രഷൻ ആയിരിക്കും. ആൻഡ് യു നോ bending stress is zero at the axis and it increases to maximum till the distant fiber അല്ലെ. ഇതിന്റെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് അങ്ങോട്ട് ഇങ്ങോട്ടാണ് അല്ലെ, ഈ ഒരു പോയിന്റിലോട്ടാണ് ഇതിന്റെ ഡിസ്റ്റൻസ് കൂടുക ന്യൂട്രൽ ആക്സിസിന്. സോ അതിന് ഞാൻ വൈ സി മാക്സ് എന്ന് വിളിച്ചു. വൈ സി മാക്സ് എന്ന് പറഞ്ഞാൽ വൈ സി എന്ന് വെച്ചാൽ കംപ്രസീവ് സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നു, മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്റ്റൻസ്. സോ വൈ സി മാക്സ് ഇതാണ്, അതായത് ഈ ബീമിന്റെ ഏറ്റവും അറ്റത്തോട്ട്, മനസ്സിലായോ, ഈ സെക്ഷന്റെ ഏറ്റവും അറ്റത്തിലാണ് ഏറ്റവും കൂടുതൽ കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യുക. ഓക്കെ, ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ അഗെയിൻ സീറോ അറ്റ് ദ ന്യൂട്രൽ ആക്സിസ് ആൻഡ് ഈ ഒരു പോയിന്റിൽ ഏറ്റവും അറ്റത്തായിരിക്കും എന്ത് ടെൻഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, ഏറ്റവും അറ്റത്തായിരിക്കും ടെൻഷൻ കൂടുതൽ. എന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ സ്ട്രെസ് എവിടെയായിരിക്കും? ഏറ്റവും അറ്റത്തായിരിക്കും. സോ ഈ സെക്ഷന്റെ ഇങ്ങേ അറ്റത്തായിരിക്കും ഏറ്റവും കൂടുതൽ കംപ്രഷൻ, ഈ സെക്ഷന്റെ ഏറ്റവും കൂടുതൽ അറ്റത്തായിരിക്കും ഏറ്റവും കൂടുതൽ ടെൻഷൻ. സോ യൂഷ്വലി സെയിം മെറ്റീരിയൽ ആൻഡ് സിമെട്രിക് സെക്ഷൻ ആണെങ്കിൽ നമ്മൾ ഈ വരച്ച ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും നമുക്ക് ഏകദേശം ഒരുപോലെ കിട്ടും. വൈ സി മാക്സും വൈ ടി മാക്സും സെയിം ആയിരിക്കും അല്ലെ. ന്യൂട്രൽ ആക്സിസ് പാസസ് ടു ദ സെന്റർ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സിമെട്രിക്കൽ ആയിട്ടുള്ള ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രവും കിട്ടും. ഇതാണ് ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ മാക്സിമം കംപ്രസീവ് സ്ട്രെസ്? യു ക്യാൻ സി എഫ് സി മാക്സ് എന്ന് ഞാൻ വിളിച്ചു, എം ബൈ ഐ ഇൻറ്റു വൈ സി മാക്സ്. ഓക്കെ, എം ബൈ ഐ ഇൻറ്റു വൈ സി മാക്സ് ആണ് മാക്സിമം കംപ്രസീവ് സ്ട്രെസ്. അല്ലെങ്കിൽ യു ക്യാൻ സേ ഇ ബൈ ആർ ഇൻറ്റു വൈ സി മാക്സ്. ഇനി മാക്സിമം ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് എം ബൈ ഐ ഇൻറ്റു വൈ ടി മാക്സ് അല്ലെങ്കിൽ ഇ ബൈ ആർ ഇൻറ്റു വൈ ടി മാക്സ്. ഇതാണ് ടിപ്പിക്കൽ ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഓർത്തിരിക്കുക, ഇങ്ങനെയാണ് വരിക. ന്യൂട്രൽ ആക്സിസിൽ സീറോ ആയിരിക്കും, ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് സ്ട്രെസ് കൂടും. സോ ഒരു സൈഡിൽ കംപ്രഷൻ ആണ്, ഒരു സൈഡിൽ ടെൻഷൻ ആണ്. കംപ്രഷൻ നമ്മൾ ഒരു ഡയറക്ഷനിലോട്ട് വരയ്ക്കുന്നു, ടെൻഷൻ വേറൊരു ഡയറക്ഷനിലോട്ട് വരയ്ക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ രണ്ട് ട്രയാങ്കുലർ ഷേപ്പിലുള്ള ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം കിട്ടുന്നത്. ഇതാണ് ബെൻഡിങ് സ്ട്രെസ്. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേം എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, എന്താണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് അതിന്റെ ഇക്വേഷൻ ഡെഫിനിഷൻ തന്നെ നമുക്ക് ആദ്യം ഒന്ന് കാണാം. So due to pure bending, compressive stresses are developed on fibers above the neutral axis and tensile stress on fibers which are below neutral axis. നമ്മൾ നേരത്തെ എടുത്ത സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം എടുത്താൽ നമുക്ക് തന്നെ അറിയാം, ന്യൂട്രൽ ആക്സിസിന്റെ മുകളിൽ കംപ്രസീവ് സ്ട്രെസ്സസ് ആണ് ഡെവലപ്പ് ചെയ്യുക, ന്യൂട്രൽ ആക്സിസിന്റെ താഴെ ടെൻസൈൽ സ്ട്രെസ്സസ് ആണ് ഡെവലപ്പ് ചെയ്യുക അല്ലെ. ബീം വളയുന്ന ഷേപ്പ് നമുക്ക് ഓർത്താൽ തന്നെ അറിയാം, മുകളിൽ ബീം കംപ്രസ്ഡ് ആയിട്ടുണ്ടാവും, താഴെ ബീം എക്സ്പാൻഡ് ആയിട്ടുണ്ടാവും. സോ എബവ് ദ ന്യൂട്രൽ ആക്സിസ് ഇറ്റ് ഈസ് കംപ്രഷൻ, ബിലോ ദ ന്യൂട്രൽ ആക്സിസ് ഇറ്റ് ഈസ് ടെൻഷൻ ഫോർ എ പ്യുവർ ബെൻഡിങ്, പ്യുവർ സാഗിങ് ബെൻഡിങ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ സെന്റൻസ് പറയുന്നത്. ഇനി എന്താന്ന് വെച്ചാൽ ദീസ് സ്ട്രെസ്സസ് കോസസ് ഫോഴ്സസ് ഇൻ ഫൈബേഴ്സ്. ഓക്കെ, ഈ ഒരു ഡയഗ്രം എടുക്കുക. ഈ ഒരു ഡയഗ്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രയാങ്കിൾ നോക്കി, ഇവിടെ സ്ട്രെസ് ആണ് വരച്ചിരിക്കുന്നത് അല്ലെ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്, അറിയാലോ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഓക്കെ, നൗ ഹൗ ക്യാൻ യു കൺവേർട്ട് സ്ട്രെസ് ടു ഫോഴ്സ്? സ്ട്രെസ്സിനെ എങ്ങനെ ഫോഴ്സ് ആക്കുക? ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. സ്ട്രെസ് ഈസ് നത്തിങ് ബട്ട് ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് സ്ട്രെസ് ഇൻറ്റു ഏരിയ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്, നമുക്കറിയാം. ദെൻ വാട്ട് ഈസ് ഫോഴ്സ്? ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് സ്ട്രെസ് ഇൻറ്റു ഏരിയ. സോ ഈ ഒരു പെർട്ടിക്കുലർ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കംപ്രഷൻ പാർട്ട് മാത്രം എടുത്താൽ ഇവിടെ ഒക്കെ നിങ്ങൾ കാണുന്നത് സ്ട്രെസ് ആണ് അല്ലെ. ആ സ്ട്രെസ് ഇൻറ്റു ഈ ട്രയാങ്കിളുടെ ഏരിയ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് കിട്ടും. മനസ്സിലായോ? ഈ ഒരു ട്രയാങ്കിൾ എടുത്തു, ഈ ട്രയാങ്കിളുടെ ഏരിയ എടുത്തു. ഓക്കെ, ആ ഏരിയ ഇൻറ്റു ദ സ്ട്രെസ്, ഏരിയ ഇൻറ്റു സ്ട്രെസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ്. അതുപോലെ ഈ ഒരു ഏരിയ അവിടെയാണ് ടെൻഷൻ ആക്ട് ചെയ്യുക. ആ ടെൻഷൻ ഇൻറ്റു ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ ടെൻസൈൽ ഫോഴ്സ് കിട്ടും. സോ സ്ട്രെസ് ഇൻറ്റു ഏരിയ ഗീവ്സ് ഫോഴ്സ്. സോ ഈ ഒരു ടോട്ടൽ കംപ്രസീവ്, ഓരോ ഫൈബറിലുള്ള കംപ്രസീവ് സ്ട്രെസ് ഫോഴ്സസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിന്റെ റിസൾട്ടിനാണ് ഈ വരച്ചിരിക്കുന്നത്. സോ ഈ ചുവന്ന ആരോ മാർക്ക് ചെയ്യുന്നത് ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് ആണ്, നീല ആരോ മാർക്ക് ചെയ്യുന്നത് ടോട്ടൽ ടെൻസൈൽ ഫോഴ്സ് ആണ്. ഇപ്പൊ രണ്ട് ഫോഴ്സ് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ
അതൊരു കപ്പിൾ ഫോം ചെയ്യും. കപ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റൊട്ടേഷൻ എഫക്ട് മൊമെന്റിനാണ് കപ്പിൾ എന്ന് പറയാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതും ന്യൂട്രൽ ആക്സിസിൽ ഒരു മൊമെന്റ് ഉണ്ടാക്കുന്നുണ്ട്, ഇതും ന്യൂട്രൽ ആക്സിസിൽ ഒരു മൊമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ ടോട്ടൽ മൊമെന്റ് ഓഫ് ദീസ് ഫോഴ്സസ് about the neutral axis is known as moment of resistance. ഓക്കെ, ഈ ഒരു രണ്ട് റിസൾട്ടന്റ് ഫോഴ്സസ് കൊണ്ട് നമ്മുടെ ന്യൂട്രൽ ആക്സിസിൽ ഉണ്ടാകുന്ന മൊമെന്റിനെ വിളിക്കുന്ന പേരാണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. മനസ്സിലായോ? സോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സെക്ഷന്റെ ന്യൂട്രൽ ആക്സിസിന്റെ മുകളിൽ കംപ്രഷൻ ആക്ട് ചെയ്യുന്നു, താഴെ ടെൻഷൻ ആക്ട് ചെയ്യുന്നു. സോ ഈ കംപ്രഷനും ടെൻഷനും കൊണ്ട് ഓരോ ലെയറിലും ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഫോഴ്സസ് ഈസ് നത്തിങ് ബട്ട് സ്ട്രെസ് ഇൻറ്റു ഏരിയ, അല്ലെ? കംപ്രസീവ് സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്താലും ടെൻസൈൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ കിട്ടിയെടുക്കും. സോ ആ രണ്ട് ഫോഴ്സസിന്റെ റിസൾട്ടിനെ നമ്മൾ എടുക്കുന്നു. അതാണ് ഈ രണ്ട് ആരോ മാർക്ക് ചെയ്യുന്നത്. ആ റിസൾട്ടിന്റെ ഒരു കപ്പിൾ ഫോം ചെയ്യുന്നു. ദാറ്റ് മേക്സ് എ മൊമെന്റ് അബൌട്ട് ദ ന്യൂട്രൽ ആക്സിസ്. ആ മൊമെന്റിനെ വിളിക്കുന്ന പേരാണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. നമ്മൾ ബെൻഡിങ് മൊമെന്റ് പഠിച്ചു, മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസും പഠിച്ചു. എന്താ വ്യത്യാസം? ബെൻഡിങ് മൊമെന്റ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുന്നത് ഒരു ബീമില് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഓരോ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മൊമെന്റ് ആണ്. അതിനെ ഇക്വിലിബ്രിയത്തിലാക്കാൻ വേണ്ടിയുള്ള ഓരോ സെക്ഷനിലുള്ള മൊമെന്റിനെയാണ് നമ്മൾ ബെൻഡിങ് മൊമെന്റ് എന്ന് വിളിക്കുക. സോ ആക്ച്വലി ദിസ് ബെൻഡിങ് മൊമെന്റ് ട്രൈസ് ടു ബെൻഡ് ദ ബീം, അല്ലെ? ബെൻഡിങ് മൊമെന്റ് ബീമിനെ ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ബെൻഡിങ് മൊമെന്റിന്റെ ഷിയർ ഫോഴ്സിന്റെയും തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആ വളയുന്ന ഷേപ്പ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. സോ ബെൻഡിങ് മൊമെന്റ് ആ സെക്ഷനെ ബെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. അങ്ങനെ ബെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ആ സെക്ഷനിൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യും. ആ സ്ട്രെസ്സസ് കൊണ്ട് ഉണ്ടാവുന്ന മൊമെന്റ് ആണ് എന്ത്? മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. ആ പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് എ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. അതിന്റെ അർത്ഥം എന്താ? ഈ ബെൻഡിങ് നടക്കുമ്പോൾ ആ ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ബീമിൽ ഉണ്ടാകുന്ന മൊമെന്റ് ആണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. സോ വി ക്യാൻ സേ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് എ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ സെക്ഷൻ അഗെയിൻസ്റ്റ് ദ അപ്ലൈഡ് മൊമെന്റ്. സോ ഒരു മൊമെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ബീം ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. സോ ആ ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുന്ന ബീമിന്റെ സെക്ഷൻ പ്രോപ്പർട്ടി കൊണ്ട് മാത്രം ഉണ്ടാവുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. നമുക്കറിയാം ബെൻഡിങ് മൊമെന്റ് എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുക? നമ്മളിപ്പോൾ കണ്ടിരുന്നു WL²/8, WL/4, PL/4 എന്നൊക്കെയാണ് എന്റെ ഇക്വേഷൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പാൻ ആൻഡ് ലോഡ്, അല്ലെ? എത്ര ലോഡ് വരുന്നു, എത്ര സ്പാൻ ഉണ്ട്, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ബെൻഡിങ് മൊമെന്റ് വരുന്നത്. പക്ഷെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് വരുന്ന ലോഡിനെയോ അല്ലെങ്കിൽ ബീമിന്റെ സ്പാനിനെയല്ലോ, ക്രോസ് സെക്ഷനെയാണ് എഫക്ട് ചെയ്യുക. സോ ക്രോസ് സെക്ഷൻ പ്രോപ്പർട്ടീസിനെ എഫക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. വേറസ് ബെൻഡിങ് മൊമെന്റ് ഡിപ്പെൻഡ്സ് ഓൺ ലോഡിങ്, അല്ലെ? ലോഡിങ്ങും സ്പാനൊക്കെ അനുസരിച്ചാണ് ബെൻഡിങ് മൊമെന്റ് വരുന്നത്. അതുകൊണ്ട് ബീം ബെൻഡ് ചെയ്യുന്നു. ആ ബീം ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാൻ സെക്ഷനിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് മൊമെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഓർത്തിരിക്കും. സോ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ സെക്ഷൻ അഗെയിൻസ്റ്റ് ദ അപ്ലൈഡ് മൊമെന്റ്. സോ നിങ്ങളുടെ ഡെഫിനിഷൻ ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതുക, യു വിൽ ഗെറ്റ് ദ സ്കോർ. നൗ നെക്സ്റ്റ് വൺ we are going to discuss is section modulus. Okay, so section modulus എന്താന്ന് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് കുറച്ച് ഇക്വേഷനിലൂടെ നമ്മൾ പോവാണ്. ഫസ്റ്റ് we will take from the bending equation. From the bending equation നമ്മൾ നേരത്തെ എഴുതിയ ഒരു ഇക്വേഷൻ ഉണ്ട്. ബെൻഡിങ് സ്ട്രെസ് F is equal to M/I into Y, അല്ലെ? M/I into Y ആണ്. നമുക്കറിയാം F/Y is equal to M/I. അതാണ് ബെൻഡിങ് സ്ട്രെസ് ബെൻഡിങ് ഇക്വേഷൻ്റെ ഒരു പാർട്ട്. From that you can write F is equal to M/I into Y. Okay, M/I into Y. That is your bending equation. So ഇതിൽ F എന്ന് പറഞ്ഞാൽ ബെൻഡിങ് സ്ട്രെസ് ആണെന്ന് നമുക്കറിയാം. M എന്ന് പറഞ്ഞാൽ മൊമെന്റ് ആണ്. I മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. Y എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്, അല്ലെ? എപ്പോഴാണ് ബെൻഡിങ് സ്ട്രെസ് മാക്സിമം ആവുക? നമ്മൾ ബെൻഡിങ് സ്ട്രെസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു ന്യൂട്രൽ ആക്സിസിൽ 0 ആണ്, എക്സ്ട്രീം ഫൈബേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ബെൻഡിങ് സ്ട്രെസ് വരാണ്. അപ്പൊ ബെൻഡിങ് സ്ട്രെസ് മാക്സിമം ആകുമ്പോൾ എന്തായിരിക്കും? വൈയും മാക്സിമം ആയിരിക്കും, അല്ലെ? വൈ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് മാക്സിമം ആകുമ്പോഴാണ് ബെൻഡിങ് സ്ട്രെസ് മാക്സിമം ആവുക. സോ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് F max is nothing but M/I into Y max. Okay, maximum bending stress F max is equal to M/I into Y max. നമുക്കറിയാം. സോ നമ്മൾ നേരത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത സമയത്ത് പറഞ്ഞു E/R into Y, അല്ലെ? ബേസ്ഡ് അതിൽ Y മാത്രമേ ഒരു വേരിയിങ് ഫാക്ടർ ഉള്ളൂ. ഇയും ആറും സെക്ഷന്റെ പ്രോപ്പർട്ടീസ് ആണ്. സോ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന് ഒരു ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എക്സ്ട്രീം ഫൈബർ എടുത്തു എന്ന് വിചാരിക്കാം. സോ
ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ഉള്ള ഒരു കോൺക്രീറ്റ് ബീം ആണെങ്കിൽ ആ കോൺക്രീറ്റ് ബീമിന്റെ ഏത് കോൺക്രീറ്റ് ആണോ എന്നതിനെ ബേസ് ചെയ്ത് അതിന് എടുക്കാൻ പറ്റുന്ന ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എഫ് മാക്സ് എന്ന് വിളിക്കുക. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റിയെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു അല്ലെ. പല മെത്തേഡ്സ് ഓഫ് ഡിസൈൻ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ S5 എത്തുമ്പോൾ സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറഞ്ഞ പേപ്പറിൽ പഠിക്കും. ഓരോ ഡിസൈൻ മെത്തേഡിലും ഓരോ സ്ട്രെസ്സിനായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഓരോ സ്ട്രെങ്ത് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. അതൊക്കെ വിട് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ യൂഷ്വലി അൾട്ടിമേറ്റ് കേസിന് നമ്മൾ ഡിസൈൻ ചെയ്യാറുണ്ട്. ഇവിടെ എഫ് മാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ, ഇപ്പൊ കോൺക്രീറ്റ് ആണെങ്കിൽ ആ കോൺക്രീറ്റ് സെക്ഷന് എടുക്കാൻ പറ്റുന്ന മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ആണ്. ഓക്കെ, അത് ചില കോഡൊക്കെ നമുക്ക് വാല്യൂ തരും. നേരത്തെ ടെസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള വാല്യൂ ആയിരിക്കും ഇതൊക്കെ കോഡിൽ കൊടുത്തിട്ടുണ്ടാവും. ഇത്ര പെർമിസിബിൾ സ്ട്രെസ് ആണ് അതിനുള്ളത്. യൂഷ്വലി നമ്മൾ ഒരിക്കലും എക്സ്ട്രീം കേസിന് ഡിസൈൻ ചെയ്യാറില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ എക്സ്ട്രീമിന് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് ഡിവൈഡ് ചെയ്ത് ഒരു വർക്കിംഗ് സ്ട്രെസ് എടുക്കും, അല്ലെങ്കിൽ ഒരു പെർമിസിബിൾ സ്ട്രെസ് എടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാന്ന് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സോ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ആണ് എഫ് മാക്സ് എന്ന് പറയുന്നത്. സോ ഒരു കോൺക്രീറ്റ് സെക്ഷൻ എടുത്താൽ ആ സെക്ഷൻ എടുക്കാൻ പറ്റുന്ന, ആ സെക്ഷന്റെ എക്സ്ട്രീം ഫൈബേഴ്സിൽ വരാൻ നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ്. ഓക്കെ, പക്ഷെ ആ സ്ട്രെസ്സിനല്ല നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു പെർമിസിബിൾ സ്ട്രെസ്സിനായിരിക്കും ഡിസൈൻ ചെയ്യുക. പെർമിസിബിൾ സ്ട്രെസ് എന്ന് വെച്ചാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒക്കെ എടുത്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പെർമിസിബിൾ സ്ട്രെസ്സിനായിരിക്കും. അപ്പോ ഫോർ എനി ഡിസൈൻ ദ ഫൈബേഴ്സ് ഷുഡ് നോട്ട് ബി സ്ട്രെസ്ഡ് ബിയോണ്ട് ദാറ്റ് പെർമിസിബിൾ സ്ട്രെസ് അല്ലെ. സോ മാക്സിമം സ്ട്രെസ്സിനല്ല നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, പെർമിസിബിൾ സ്ട്രെസ്സിനായിരിക്കും. സോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്, അതിലൊരു ലോഡ് വരുമ്പോൾ, ആ ബീമിലൊരു ലോഡ് വരുമ്പോൾ അതിന്റെ എക്സ്ട്രീം ഫൈബേഴ്സിൽ ഒരിക്കലും ഈ പെർമിസിബിൾ സ്ട്രെസ്സിനേക്കാൾ കൂടുതൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഈ പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ബീമിന്റെ കപ്പാസിറ്റിയാണ്. അതിനേക്കാൾ കൂടുതൽ ഒരിക്കലും ബീമിന്റെ എക്സ്ട്രീം ഫൈബേഴ്സിൽ സ്ട്രെസ്സസ് വരാൻ പാടില്ല. സോ ഫോർ എനി ഡിസൈൻ ദ ഫൈബേഴ്സ് ഷുഡ് നോട്ട് ബി സ്ട്രെസ്ഡ് ബിയോണ്ട് പെർമിസിബിൾ സ്ട്രെസ്. ഇപ്പൊ നമ്മളൊരു ഇക്വേഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, എഫ് മാക്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് പെർമിസിബിൾ. സോ നമുക്ക് ഇക്വേഷൻ വഴി കിട്ടുന്ന എഫ് മാക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചില ഡിസൈൻ കേസസിൽ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. പണ്ടൊക്കെ ആണെങ്കിൽ മാക്സിമം സ്ട്രെസ്സിനാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോഴൊക്കെ എല്ലാ മെത്തേഡ്സിലും പെർമിസിബിൾ സ്ട്രെസ്സിനാണ്. സോ വി വിൽ ബി ഡിസൈനിങ് ഫോർ എ സ്ട്രെസ് വിച്ച് ഈസ് എഫ് മാക്സ് വിച്ച് ഇസ് ഓൾമോസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് പെർമിസിബിൾ എന്ന് നമുക്ക് പറയാം. സോ ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാണ്. ഫോർ ഡിസൈൻ എഫ് പെർമിസിബിൾ ഈസ് ഈക്വൽ ടു എം ബൈ ഐ ഇൻറ്റു വൈ മാക്സ്. സോ എഫ് പെർമിസിബിൾ ഈസ് ഈക്വൽ ടു എം ബൈ ഐ ഇൻറ്റു വൈ മാക്സ്. ഇവിടെ നോക്കുക, ഞാൻ പറഞ്ഞിരുന്നു എഫ് പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കോഡ് നമുക്ക് തരുന്ന വാല്യൂ ആയിരിക്കും അല്ലെ. ഇപ്പൊ സ്റ്റീൽ ആണെങ്കിൽ സ്റ്റീലിന്റെ വർക്കിംഗ് സ്ട്രെസ്, അൾട്ടിമേറ്റ് സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കോഡൽ വാല്യൂ ആണ്. എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ലാബോറട്ടറിയിൽ ആദ്യം ചെയ്തിട്ട് നമ്മുടെ കോഡൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ കോഡിൽ കൊടുത്തിട്ടുണ്ടാവും. സ്റ്റീലിന് ബെൻഡിങ്ങിൽ ഇത്ര സ്ട്രെസ്സേ എടുക്കാൻ പാടുള്ളൂ, കോൺക്രീറ്റിൽ ബെൻഡിങ്ങിൽ ഇത്ര സ്ട്രെസ്സേ എടുക്കും. സോ നോൺ വാല്യൂ ആണ് എഫ് പെർമിസിബിൾ എന്ന് പറയുന്നത്. സോ ഒരു പെർട്ടിക്കുലർ സ്റ്റീലിന്റെ മെറ്റീരിയലിൽ ഇത്രയും സ്ട്രെസ് എടുക്കാൻ പറ്റും, ദാറ്റ് ഈസ് എഫ് പെർമിസിബിൾ. ഇനി ഐ സെക്ഷൻ മോഡുലസ് ആണ്, മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ആണ് അല്ലെ. ഐ എന്ന് വെച്ചാൽ എന്താണ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ. മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം, ഒരു റെക്ടാംഗിൾ ആണ് ഈ BD³/12 എന്നൊക്കെ പറയും. BD³/12 ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ സെക്ഷൻ അല്ലെ, എത്ര വിഡ്ത്ത് ഉണ്ട് എത്ര ഡെപ്ത് ഉണ്ട്. വൈ മാക്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഫൈബറിലോട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ബീമിന്റെ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ നമുക്ക് വൈ മാക്സ് അറിയാം. സോ ഇവിടെ എം എന്ന് പറയുന്നത് എന്താ, ആ ബീമിൽ വരുന്ന ലോഡ് കൊണ്ടുണ്ടാവുന്ന മൊമെന്റ് ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് മൊമെന്റിനെയാണ് അല്ലെ. സോ ഈ മൊമെന്റ് നമുക്ക് ഈ പെർമിസിബിൾ സ്ട്രെസ്സിനേക്കാൾ കൂടുതൽ വരാതിരിക്കാൻ ഈ മൊമെന്റിനെ കൺട്രോൾ ചെയ്യണം. നമുക്ക് ആ മൊമെന്റ് ആണ് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് ഡിസൈൻ ചെയ്യുമ്പോൾ. ഓർത്തിരിക്കുക, എഫ് പെർമിസിബിൾ കോഡിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ്. ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്ഷൻ അറിയാമെങ്കിൽ കണ്ടുപിടിക്കാം, വൈ മാക്സും സെക്ഷൻ അറിയാമെങ്കിൽ കണ്ടുപിടിക്കാം. ഏറ്റവും ദൂരത്തിലുള്ള ഫൈബറിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വൈ മാക്സ് എന്ന് പറയുന്നത്. സോ എഫ് പെർമിസിബിൾ ഈസ് ഈക്വൽ ടു എം ബൈ ഐ ഇൻറ്റു വൈ മാക്സ് എന്ന് പറയുന്ന ഇക്വേഷനിൽ നമുക്ക് അറിയേണ്ട സാധനം, അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് എന്താണ്, മൊമെന്റ് ആണ് അല്ലെ. ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിൽ എത്ര മൊമെന്റ് വരും. സോ ആ മൊമെന്റിനെയാണ് നമ്മൾ മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി. സോ സെക്ഷന് ഏറ്റവും മാക്സിമം എടുക്കാൻ പറ്റുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ വാട്ട് വിൽ ബി ഇറ്റ്, എഫ് പെർമിസിബിൾ ഇൻറ്റു ഐ ഇൻറ്റു വൈ മാക്സ്. എഫ് പെർമിസിബിൾ ഇൻറ്റു ഐ ബൈ വൈ മാക്സ് ആണ് ആ ഒരു പെർട്ടിക്കുലർ സെക്ഷന് ഫെയിൽ ആവാതെ എടുക്കാൻ പറ്റുന്ന മാക്സിമം മൊമെന്റ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്കറിയാം എഫ് പെർമിസിബിൾ ആണ്
ആ സെക്ഷന് ഏറ്റവും വരാൻ പറ്റുന്ന ബെൻഡിങ് സ്ട്രെസ് അല്ലെ. ബെൻഡിങ് സ്ട്രെസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? അതിന്റെ മുകളിലൊരു ലോഡ് വരുമ്പോൾ ആ സെക്ഷനിൽ ഉണ്ടാകുന്ന മൊമെന്റ് കൊണ്ടാണ്. അപ്പൊ നമ്മൾ അതിനൊന്ന് തിരിച്ച് ചിന്തിക്കുക. സോ പെർമിസിബിൾ സ്ട്രെസ് നമുക്കറിയാം, ഒരു പെർട്ടിക്കുലർ ബീം സെക്ഷൻ എടുത്താൽ അതിന്റെ പെർട്ടിക്കുലർ മെറ്റീരിയൽ അനുസരിച്ച് അതിന് വരാവുന്ന സ്ട്രെസ് ഇതാണ്. ഇത്രയും സ്ട്രെസ്സേ അതിനെടുക്കാൻ പറ്റുള്ളൂ. ആ സ്ട്രെസ്സിന്റെ മുകളിൽ ആ ബീമിന് വന്നാൽ അത് ഫെയിൽ ആയി പോകും. ഓക്കെ, അപ്പോ ആ ബീം ഫെയിൽ ആവാതിരിക്കാൻ എത്ര മൊമെന്റ് വേണം അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ മാക്സിമം മൊമെന്റ് ദ സെക്ഷൻ ക്യാൻ റെസിസ്റ്റ് ഈസ് എഫ് പെർമിസിബിൾ ഇൻറ്റു ഐ ബൈ വൈ മാക്സ്. സോ മൊമെന്റ് എം വിച്ച് ഈസ് എ മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു എഫ് പെർമിസിബിൾ ഇൻറ്റു ഐ ബൈ വൈ മാക്സ്. ഇതിൽ ഐ ബൈ വൈ മാക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്ഷൻ മോഡുലസ്. സോ ഐ ബൈ വൈ മാക്സ് എന്ന് പറഞ്ഞ ടേം ആണ് സെക്ഷൻ മോഡുലസ്. വി യൂഷ്വലി റെപ്രസെന്റ് ഇറ്റ് ആസ് സെഡ്. ഐ എന്ന് പറഞ്ഞാൽ മില്ലിമീറ്റർ റേസ് ടു 4 അല്ലെങ്കിൽ ലെങ്ത് റേസ് ടു 4 ആണ് അതിന്റെ യൂണിറ്റ്. വൈ മാക്സ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ് യൂണിറ്റ്. സോ ദ ലെങ്ത് ക്യൂബ് ആയിരിക്കും അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൈ വി ഹാവ് റോട്ട് മില്ലിമീറ്റർ ക്യൂബ്. സോ ഐ ബൈ വൈ മാക്സ് ആണ് സെക്ഷൻ മോഡുലസ് സെഡ് എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ റൈറ്റ് ദ മാക്സിമം മൊമെന്റ് ദാറ്റ് എ സെക്ഷൻ ക്യാൻ റെസിസ്റ്റ് ആസ് എഫ് പെർമിസിബിൾ ഇൻറ്റു സെഡ്. സോ എഫ് പെർമിസിബിളിനെ നമ്മൾ സെഡ് വെച്ച് സെക്ഷൻ മോഡുലസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എം. ഓക്കെ, മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ സെക്ഷൻ. സോ കൂടുതൽ സെഡ് ഉണ്ടെങ്കിൽ, കൂടുതൽ സെഡ് വാല്യൂ ഉണ്ടെങ്കിൽ അതിന് എടുക്കാൻ പറ്റുന്ന, കൂടുതൽ സെക്ഷൻ മോഡുലസ് ഉണ്ടെങ്കിൽ ആ ബീമിന് കൂടുതൽ മൊമെന്റ് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് സെക്ഷൻ മോഡുലസ്. സോ സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞാൽ ആ ബീമിന്റെ ബെൻഡിങ് കപ്പാസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ്. സോ സെക്ഷൻ മോഡുലസ് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി കൂടും, ആ ബീമിന് കൂടുതൽ മൊമെന്റ് എടുക്കാൻ പറ്റും. So section modulus നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. What is section modulus? The ratio of moment of inertia I of a section about its neutral axis to the distance of the farthest fiber from the neutral axis is known as section modulus. Just I by y max ആണ്. I എന്ന് പറഞ്ഞാൽ എന്താണ്? Moment of inertia about the neutral axis. Y max എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഏറ്റവും ഫാർദസ്റ്റ് ആയിട്ടുള്ള ഫൈബറിലായിട്ടുള്ള ഡിസ്റ്റൻസ്, അത് തമ്മിലുള്ള റേഷ്യോ ആണ് സെക്ഷൻ മോഡുലസ്. അതിനൊന്ന് സെന്റൻസ് ആക്കി പറഞ്ഞതേ ഉള്ളൂ. So you can write Z is equal to I by Y max. ഇതാണ് സെക്ഷൻ മോഡുലസ് ഓഫ് എ പെർട്ടിക്കുലർ സെക്ഷൻ. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില പെർട്ടിക്കുലർ സെക്ഷൻസിന്റെ, സ്റ്റാൻഡേർഡ് സെക്ഷൻസിന്റെ സെക്ഷൻ മോഡുലസ് ആണ്. സെക്ഷൻ മോഡുലസ് ഫോർ സ്റ്റാൻഡേർഡ് സെക്ഷൻസ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ റെക്ടാങ്കിൾ എടുക്കുന്നു. ഓക്കെ, റെക്ടാങ്കിൾ ഉണ്ട്. റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ബി, ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഡി. റെക്ടാങ്കിളിന്റെ സെക്ഷൻ ആണ് കേട്ടോ. സോ ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ ബീമിന്റെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് അല്ലെ, ലാറ്ററൽ സൈഡിൽ നിന്ന് നോക്കുന്ന ഡയമെൻഷനാണ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ആ ക്രോസ് സെക്ഷൻ ആണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്. ആ ക്രോസ് സെക്ഷൻ റെക്ടാങ്കിൾ ആണെങ്കിൽ അതിന്റെ വിഡ്ത്ത് ബി ആണെന്ന് വിചാരിക്കാം, ഡെപ്ത് ഡി ആണെന്ന് വിചാരിക്കാം. ന്യൂട്രൽ ആക്സിസ് പാസസ് ടു ദ സെൻട്രോയിഡ്. നമ്മൾ കണ്ടു, സെൻട്രോയിഡ് എവിടെയാണോ അതിലെ കൂടെയാണ് ന്യൂട്രൽ ആക്സിസ് പാസ് ചെയ്യുന്നത് നമുക്കറിയാം. ന്യൂട്രൽ ആക്സിസ് ഒരു റെക്ടാങ്കിളിന്റെ കൃത്യം എവിടെയായിരിക്കും? സെന്ററിലായിരിക്കും അല്ലെ. അതിന്റെ ലെങ്ത്തിന്റെ ഡെപ്തിന്റെ ബൈ 2 ആയിരിക്കും, ഡി ബൈ 2 ഡി ബൈ 2. സോ റെക്ടാങ്കിൾ എടുത്തു, റെക്ടാങ്കിൾ ഡി ബൈ 2 ഡി ബൈ 2ലാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ എടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ എപ്പോഴും എക്സ് എക്സ് ആക്സിസ് മാത്രമേ ഇനി ബെൻഡിങ്ങിന്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ പഠിച്ചപ്പോഴും സെൻട്രോയിഡ് പഠിച്ചപ്പോഴും ഐ എക്സ് എക്സും ഐ വൈ വൈ ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ എക്സ് എക്സ് മാത്രം ഡിസ്കസ് ചെയ്യാൻ കാരണം നിങ്ങൾ ബീം ബെൻഡ് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ബീം ബെൻഡ് ചെയ്യുന്നത് അതിന്റെ എക്സ് ആക്സിസിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് എക്സ് എക്സ് ആക്സിസ് മാത്രം എടുക്കുന്നത്. സോ ന്യൂട്രൽ ആക്സിസ് അലോങ് എക്സ് എക്സ് ആക്സിസ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്, വെർട്ടിക്കൽ അല്ല എടുക്കുന്നത്, ഓർത്തിരിക്കും. ബെൻഡിങ് ആ ഡയറക്ഷനിലായതുകൊണ്ടാണ് നമ്മൾ എക്സ് എക്സ് എടുക്കുന്നത്. സോ നമ്മൾ ഇനി എല്ലാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്താണ്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട, എന്താണ് ബി ബൈ 2 എടുക്കാത്ത ബി ബൈ 2 എടുക്കാത്ത. നമ്മൾ എടുക്കുന്ന ന്യൂട്രൽ ആക്സിസ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. ഡി ബൈ 2 ന്യൂട്രൽ ആക്സിസ് പാസസ് ത്രൂ ദ സെൻട്രോയിഡ്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? സെക്ഷൻ മോഡുലസ് ആണ് വേണ്ടത്. സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഐ ബൈ വൈ മാക്സ് ആണ്. അപ്പം മൊമെന്റ് ഓഫ് ഇനേഷ്യ വേണം, ഡിസ്റ്റൻസ് ടു ദ ഫാർദസ്റ്റ് ഫൈബർ വേണം അല്ലെ. നമുക്ക് നോക്കാം. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ഫോർ എ റെക്ടാങ്കുലർ സെക്ഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെ. ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ ടേബിളിൽ തന്നതാണ് ഫസ്റ്റ് മോഡ്യൂളിൽ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബി ഡി ക്യൂബ് ബൈ 12, ബി ഇൻറ്റു ഡി ക്യൂബ്. സോ ബി ഈസ് നത്തിങ് ബട്ട് ദ ഡിസ്റ്റൻസ് പാരലൽ ടു ദ ആക്സിസ്. സോ ഇവിടുത്തെ പാരലൽ ടു ആക്സിസ് ബി ആണ്, പെർപെൻഡിക്കുലർ ടു ആക്സിസ് ഡി ആണ്. സോ പെർപെൻഡിക്കുലർ ടു ആക്സിസിന്റെ ക്യൂബ് ആണ് നമുക്ക് വേണ്ടത്. സോ ബി ഡി ക്യൂബ് ബൈ 12 ആണ്
moment of inertia എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാട്ട് യു നീഡ് ഡിസ്റ്റൻസ് ടു ദ ഫാർദസ്റ്റ് ഫൈബർ അല്ലെ. ഇവിടുത്തെ ഫാർദസ്റ്റ് ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ റെക്ടാങ്കിളിന്റെ ടോപ്പ് അല്ലെങ്കിൽ റെക്ടാങ്കിളിന്റെ ബോട്ടം അല്ലെ. റെക്ടാങ്കിളിന്റെ ടോപ്പ് അല്ലെങ്കിൽ ബോട്ടം ആണ് ന്യൂട്രൽ ആക്സിസിലെ ഏറ്റവും ദൂരത്തിൽ നിൽക്കുന്നത്. അത് എത്രയാ, d/2 ആണല്ലോ. ഈ ഒരു ആക്സിസ് എടുക്കുക, അതിൽ നിന്ന് ഏറ്റവും ദൂരത്തിൽ നിൽക്കുന്നത് ഈ ഒരു ഫൈബർ ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഫൈബർ ആണ്. ഏറ്റവും ടോപ്പിലും ഏറ്റവും ബോട്ടത്തിലുള്ള ഫൈബർ ആണ്. സോ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എവിടുന്ന ന്യൂട്രൽ ആക്സിസ് ഇത് d/2 ആണ് അല്ലെ. So y max is nothing but d/2. Now your section modulus is nothing but I by y max, which is equal to b d cube by 12 by d/2. I എടുത്തു, y max എടുത്തു, അത് തമ്മിൽ ഡിവൈഡ് ചെയ്തു. So you will get the sectional modulus for rectangular section as b d square by 6. Okay, മനസ്സിലായോ? ജസ്റ്റ് I കണ്ടുപിടിച്ചു, y max കണ്ടുപിടിച്ചു, I by y max ചെയ്താൽ section modulus കിട്ടും. So ഓർത്തിരിക്കുക, section modulus for a rectangular section is nothing but b d square by 6. Moment of inertia b d cube by 12 ആണ്. Section modulus b d square by 6 ആണ്. Okay. Next, സർക്കുലർ സെക്ഷൻ നമുക്ക് നോക്കാം. സർക്കുലർ സെക്ഷൻ ഡയമീറ്റർ d ആണെന്ന് വിചാരിക്കാം. സർക്കിളിന്റെ ന്യൂട്രൽ ആക്സിസ് ഇതിൽ കൂടെ പാസ് ചെയ്യുക, സർക്കിളിന്റെ സെന്ററോഡിൽ കൂടെ. സർക്കിളിന്റെ സെന്ററോഡ് എവിടെയാ, സർക്കിളിന്റെ കൃത്യം സെന്ററിൽ അല്ലെ. സോ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ന്യൂട്രൽ ആക്സിസ്. നേരത്തെ പറഞ്ഞ പോലെ ബെൻഡിങ് ടേക്സ് പ്ലേസ് അലോങ് ദ എക്സ് ആക്സിസ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ് ആക്സിസ് മാത്രം വരയ്ക്കുന്നത്. സോ ദാറ്റ് ഈസ് അവർ ന്യൂട്രൽ ആക്സിസ്. സോ ന്യൂട്രൽ ആക്സിസ് വരച്ചു. നേരത്തെ പോലെ അനലൈസ് ചെയ്താൽ വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സർക്കുലർ സെക്ഷൻ അബൌട്ട് ദ ന്യൂട്രൽ ആക്സിസ്, സോറി സെൻട്രോയിഡൽ ആക്സിസ്. സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് അബൌട്ട് ആയിട്ട് സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താ, നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്തായിരുന്നു, പൈ d⁻⁴/36. So moment of inertia about any circle about its neutral axis, centroidal axis is nothing but pi d⁻⁴/64 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സെൻട്രോയിഡൽ ആക്സിസ് അല്ലയാണ് ന്യൂട്രൽ ആക്സിസ് ഉള്ളത്. നൗ I കിട്ടി. നെക്സ്റ്റ് എന്താ വേണ്ടേ, y max വേണം. വാട്ട് ഈസ് y max? ഡിസ്റ്റൻസ് ടു ദ ഫാർദസ്റ്റ് ഫൈബർ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ന്യൂട്രൽ ആക്സിസിന് ഏറ്റവും ദൂരത്തിലുള്ള ടോപ്പിലുള്ള ഈ പോയിന്റ്, ബോട്ടത്തിലുള്ള ഈ പോയിന്റ്, രണ്ടും ഒരേ ദൂരമാണ്, d/2 അല്ലെ. കൃത്യ സെന്ററിലായതുകൊണ്ട് ടോപ്പിലോട്ടും d/2, ബോട്ടത്തിലോട്ടും d/2. സോ ഡിസ്റ്റൻസ് ടു ദ ഫാർദസ്റ്റ് ഫൈബർ ഈസ് നത്തിങ് ബട്ട് d/2. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടി, y max കിട്ടി. വാട്ട് ഈസ് യുവർ സെക്ഷൻ മോഡുലസ് സെറ്റ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് I by y max. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടി, ഡിസ്റ്റൻസ് ടു ദ ഫാർദസ്റ്റ് ഫൈബർ കിട്ടി, സെക്ഷൻ മോഡുലസ് ഈസ് നത്തിങ് ബട്ട് I by y max. സോ I by y max ചെയ്ത് കഴിഞ്ഞാൽ pi d⁻⁴/64 ഡിവൈഡഡ് ബൈ d/2 അല്ലെ. pi d⁻⁴/64 ബൈ d/2 ആണ് സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് pi d⁻³ by 32. So for a circular section, its sectional modulus Z is equal to pi d⁻³ by 32. ഓർത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ പ്രോബ്ലം വരുമ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കിയാലും മതി. അതിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഓർത്തെടുത്താൽ എളുപ്പമാണ്. pi d⁻³ by 32 ആണ് സർക്കിളിന്റെ സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ എടുക്കാം. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ. അതായത് ഒരു റെക്ടാങ്കിൾ ഉള്ള, ആ റെക്ടാങ്കിളിന്റെ അകത്ത് ഒരു ഹോളോ സ്പേസ് ആണ്. ഓക്കെ, അതൊരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഹോളോ സ്പേസ് ആണ്. അങ്ങനെയുള്ള സെക്ഷൻസിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ. ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കണ്ടുപിടിക്കാം? വലിയ റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മൈനസ് ചെറിയ റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കണ്ടിട്ടുണ്ട്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ് ഈസ് നത്തിങ് ബട്ട് bd³ by 12 മൈനസ് സ്മോൾ bd³by 12. ക്യാപിറ്റൽ bd³by 12 മൈനസ് സ്മോൾ bd³by 12 ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ I. Now what is y max? Distance to the farthest fiber. നമ്മൾ എടുത്തു, ന്യൂട്രൽ ആക്സിസ് ഈ റെക്ടാങ്കിളിന്റെ സെന്ററിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുക. ഓക്കെ, റെക്ടാങ്കിളിന്റെ സെന്ററോഡ്, ആ ഒരു ഹോളോ റെക്ടാങ്കുലർ സെക്ഷന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ആ റെക്ടാങ്കിളിന്റെ സെന്ററിലായിരിക്കും. വലിയ റെക്ടാങ്കിളിന്റെ ചെറിയ റെക്ടാങ്കിളിന്റെ സെന്ററിലായിരിക്കും. ഇപ്പൊ ന്യൂട്രൽ ആക്സിസ് അതിലെ കൂടെയാണ് പാസ് ചെയ്യുക. ഡിസ്റ്റൻസ് ടു ദ ഫാർദസ്റ്റ് ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുത്തെ ഫാർദസ്റ്റ് ഫൈബർ ഏതാ, ഈ ഒരു ലെയറും ഈ ഒരു ലെയറും അല്ലെ. ഏറ്റവും മുകളിലത്തെയും ഏറ്റവും താഴത്തെയും ലെയർ. അപ്പൊ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്താ, d/2. ടോട്ടൽ ഡെപ്ത് ഓഫ് സെക്ഷൻ by 2 ആണ് ഡിസ്റ്റൻസ് ടു ദ ഫാർദസ്റ്റ് ഫൈബർ. സോ ഡിസ്റ്റൻസ് ടു ദ ഫാർദസ്റ്റ് ഫൈബർ d/2 ആണ്. സോ യു ഗെറ്റ് സെക്ഷൻ മോഡുലസ് I by y max is nothing but ഇത് ഡിവൈഡഡ് ബൈ ഇത്.
So you'll get the answer as something like this: 1/60 BD cube minus PD cube. So ഇങ്ങനെയാണ് നമ്മൾ ഒരു ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ അതിന്റെ സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കുക. ജസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണുക, അതിനുശേഷം അതിന്റെ y max ഡിസ്റ്റൻസ് ടു ദ ഫാർദസ്റ്റ് ഫൈബർ കാണാം. സെറ്റ് ഈസ് നത്തിങ് ബട്ട് I by y max കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ സെക്ഷൻ മോഡുലസ് കിട്ടും. അടുത്തത് എന്ന് പറയുന്നത് ഹോളോ സർക്കുലർ സെക്ഷൻ ആണ്. ഹോളോ സർക്കുലർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ റെക്ടാങ്കിളിന് പകരം ഇപ്പം ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു ഹോൾ ആയിരിക്കും നമ്മുടെ സെക്ഷനിൽ. ഒരു സിലിണ്ടർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷൻ. ഓക്കെ, സോ ഹോളോ സർക്കുലർ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെയും സെൻട്രോയിഡ് പാസ് ചെയ്യുന്ന ആ സർക്കിളിന്റെ സെന്ററിൽ കൂടെ ആയിരിക്കും. ഇപ്പൊ ന്യൂട്രൽ ആക്സിസ് സെന്ററിലാണ്. ഓക്കെ, അതിന്റെ ഔട്ടർ സർക്കിളിന്റെ ഡയമീറ്റർ ഡി ആണെന്ന് വിചാരിക്കുക, ഇന്നർ സർക്കിളിന്റെ ഡയമീറ്റർ സ്മോൾ ഡി ആണെന്ന് വിചാരിക്കുക. സോ വാട്ട് വിൽ ബി ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ? വലിയ സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ മൈനസ് ചെറിയ സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. വലിയ സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ മൈനസ് ചെറിയ സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ യു ഗെറ്റ് I is equal to 5d raised to 4/64. സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ 5d raised to 4/64 ആണ്. ക്യാപിറ്റൽ ഡി എടുത്താൽ ഔട്ടർ സർക്കിളിന്റെ കിട്ടി, സ്മോൾ ലെറ്റർ ഡി എടുത്താൽ ഇന്നർ സർക്കിൾ കിട്ടി. സോ 5d raised to 4/64 മൈനസ് 5d raised to 4/64 ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. Then what is the distance to the farthest fiber? ഇവിടെ നോക്കുക, ന്യൂട്രൽ ആക്സിസിന് ഏറ്റവും ഫാർദസ്റ്റ് ആയിട്ടുള്ളത് ഈ ഔട്ടർ സർക്കിളിന്റെ ഈ പോയിന്റ് അല്ലെ. ഈ ഔട്ടർ സർക്കിളിന്റെ ഈ പോയിന്റ് ടോപ്പിലോട്ടും ബോട്ടത്തിലോട്ടും ഒരേപോലെയാണ്. d/2 ആണ് ആ ഡിസ്റ്റൻസ്. സോ y max is nothing but d/2. Now section modulus is nothing but z is equal to I by y max. Section modulus z is equal to I by y max. You will get the answer as 5/32d d raised to 4 minus d raised to 4. ഇങ്ങനെ ഹോളോ സർക്കുലർ സെക്ഷന്റെ ഒന്നും നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കണം എന്നില്ല. യു ക്യാൻ ജസ്റ്റ് സോൾവ് അല്ലെ. മൊമെന്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് ടു ദ ഫാർദസ്റ്റ് ഫൈബർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഹോളോ സർക്കുലർ സെക്ഷൻ കിട്ടി. നൗ ദ ലാസ്റ്റ് വൺ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് ട്രയാങ്കുലർ സെക്ഷൻ. ഇതിന്റെ പ്രത്യേകത നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ സെക്ഷൻസും സിമെട്രിക് സെക്ഷൻ ആയിരുന്നു അല്ലെ. ഈ ഒരു ഹോളോ സർക്കുലർ സെക്ഷൻ എടുത്ത് കൃത്യ സെന്ററിൽ കൂടെയാണ് പാസ് ചെയ്ത് ന്യൂട്രൽ ആക്സിസ്. ഇവിടെ കൃത്യ സെന്ററിൽ കൂടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത റെക്ടാങ്കിളും സർക്കിളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കൃത്യ സെന്ററിൽ കൂടെയാണ് ആക്ട് ചെയ്യുക. അതിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും മുകളിലത്തെ പോയിന്റും ഏറ്റവും ബോട്ടത്തിലെ പോയിന്റും ഒരേ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് അല്ലെ. ഡിസ്റ്റൻസ് ടു ദ ഫാർദസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടോപ്പും ബോട്ടവും ഫാർദസ്റ്റ് പോയിന്റ് തന്നെ. പക്ഷെ ഒരു ട്രയാങ്കിളിലേക്ക് വരുമ്പോൾ ട്രയാങ്കിൾ ഒരിക്കലും ഒരു സിമെട്രിക് സെക്ഷൻ അല്ല. നമ്മൾ പറഞ്ഞു നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇപ്പോൾ ട്രയാങ്കിളിന്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എടുത്താൽ ട്രയാങ്കിളിന്റെ സെന്ററോട് എവിടെയാ ആക്ട് ചെയ്യുക? ഏറ്റവും ടോപ്പിൽ നിന്ന് 2h/3, ബേസിൽ നിന്ന് h/3 അല്ലെ. ട്രയാങ്കിളിന്റെ സെന്ററോഡിന്റെ ലൊക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ടോപ്പിൽ നിന്ന് 2h/3, ബേസിൽ നിന്ന് h/3. ഇങ്ങനെയാണ് ട്രയാങ്കിളിന്റെ ന്യൂട്രൽ ആക്സിസ് ഇരിക്കുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇതൊരു ബെൻഡിങ് നടക്കുകയാണെങ്കിൽ ടോപ്പിൽ കംപ്രഷൻ നടക്കുന്നു, ബോട്ടത്തിൽ ടെൻഷൻ നടക്കുന്നു. ഇപ്പോൾ കംപ്രഷൻ നടക്കുന്ന ഫൈബറിലോട്ടുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്, ടെൻഷൻ നടക്കുന്ന ഫൈബറിലോട്ടുള്ള ഡിസ്റ്റൻസ് അതിനേക്കാൾ കുറവാണ്. ഓക്കെ, അപ്പോൾ ടെൻഷനും കംപ്രഷനും പർട്ടിക്കുലർ ഡിഫറെന്റ് ലെങ്ത് ഡിസ്റ്റൻസിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സെക്ഷൻ മോഡുലസും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. തൽക്കാലം നമ്മുടെ സിലബസിൽ അൺസിമെട്രിക് സെക്ഷൻസ് സോൾവ് ചെയ്യാനില്ല, സിമെട്രിക് സെക്ഷനേ ഉള്ളൂ. സോ സിമെട്രിക് സെക്ഷൻ വന്നാൽ നമ്മുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ടെൻഷനും കംപ്രഷനും ആക്ട് ചെയ്യുന്ന ഫൈബേഴ്സ്, മാക്സിമം ടെൻഷൻ വരുന്നത് ഇവിടെയാണ്, മാക്സിമം കംപ്രഷൻ വരുന്നത് നിങ്ങൾ ഇപ്പോൾ ആദ്യത്തെ റെക്ടാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് മാക്സിമം കംപ്രഷൻ വരിക, മാക്സിമം ടെൻഷൻ വരുന്നത് ഇവിടെയാണ്. രണ്ടും ഒരേ ഡിസ്റ്റൻസ് ആണ് ന്യൂട്രൽ ആക്സിസ് അല്ലെ, d/2 ഡിസ്റ്റൻസിലാണ് വരിക. സോ നമുക്ക് സെക്ഷൻ മോഡുലസ് കണ്ടുപിടിച്ചാൽ മതി I by y max ചെയ്തിട്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ ട്രയാങ്കുലർ സെക്ഷനിൽ വരുമ്പോൾ മാക്സിമം കംപ്രഷൻ നടക്കുന്നത് 2h/3 ഡിസ്റ്റൻസിലാണ്, മാക്സിമം ടെൻഷൻ നടക്കുന്നത് h/3 ഡിസ്റ്റൻസിലാണ്. ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് സെക്ഷൻ മോഡുലസ് കണ്ടുപിടിച്ചിട്ട് മാക്സിമം പെർമിസിബിൾ സ്ട്രെസ് ഇൻ ടെൻഷനും പെർമിസിബിൾ സ്ട്രെസ് ഇൻ കംപ്രഷനും സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. തൽക്കാലം നമ്മുടെ സിലബസിൽ അൺസിമെട്രിക് സെക്ഷൻ ഇല്ല, അതുകൊണ്ട് യു ഡോണ്ട് ഹാവ് ടു വറി. ഇത് അറിഞ്ഞിരിക്കുക, രണ്ട് സൈഡിലോട്ടുമുള്ള സെക്ഷൻ മോഡുലസ് നമ്മൾ എടുക്കും. ഇപ്പൊ തൽക്കാലം നമ്മൾ ഫാർദസ്റ്റ് ഡിസ്റ്റൻസ്, അതായത് ഏറ്റവും ടോപ്പിലോട്ടുള്ള 2h/3 മാത്രമേ എടുക്കുന്നുള്ളൂ. അത് വെച്ചാണ് സെക്ഷൻ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്തത്. നമുക്ക് നോക്കാം. Moment of inertia I of a rectangle with the neutral axis, about the centroidal axis is nothing but bh/36. ഒരു ട്രയാങ്കിൾ എടുത്ത് ആ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് bh/36. ഇതൊക്കെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ടേബിളിൽ പഠിച്ചിട്ടുള്ളതാണ്.
The moment of inertia I is equal to BH cube by 36. Now distance to the farthest fiber. ഇവിടെ നമ്മൾ എടുക്കുന്നു farthest fiber ഏറ്റവും മുകളിലോട്ടാണ്, അത് 2h/3 ആണ്. So y max is nothing but 2h/3. Now section modulus is nothing but I by y max. So you get BH cube by 36 by 2h/3. BH square by 34 ആണ് എന്ത് ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെക്ഷൻ മോഡുലസ് അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ്. മനസ്സിലായല്ലോ? ഇതാണ് ട്രയാങ്കുലർ സെക്ഷൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അൺസിമെട്രിക് സെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ സ്ട്രെസ്സസ് കണ്ടുപിടിക്കുന്ന സമയത്ത് സെറ്റ് ടോപ്പും സെറ്റ് ബോട്ടും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. സോ സെറ്റ് ടോപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? 2h/3 y മാക്സ് എടുക്കണം. സെറ്റ് ബോട്ടും എടുക്കുന്ന സമയത്ത് h/3 എടുക്കണം. തൽക്കാലം നമ്മൾ അതിനെക്കുറിച്ച് പ്രോബ്ലംസ് ചെയ്യുന്നില്ല, അൺസിമെട്രിക് സെക്ഷൻ ചെയ്യാത്തതുകൊണ്ട്. സോ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. സോ സിമെട്രിക് സെക്ഷൻ ആണെങ്കിൽ രണ്ട് സ്ഥലത്തോട്ടുള്ള ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് സെയിം സെക്ഷൻ മോഡുലസ് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അൺസിമെട്രിക് ആണെങ്കിൽ ടെൻഷൻ ആക്ട് ചെയ്യുന്നത് ഒരു ഡിസ്റ്റൻസിലായിരിക്കും, കംപ്രഷൻ ആക്ട് ചെയ്യുന്നത് വേറെ ഡിസ്റ്റൻസിലായിരിക്കും. സോ ആ സമയത്ത് നമ്മൾ രണ്ട് സെക്ഷൻ മോഡുലസ് കൺസിഡർ ചെയ്യേണ്ട വരാം. ഓക്കെ, ഇത് ഓർത്തിരിക്കാം. ഇത്രയേ ഉള്ളൂ ബേസിക് സെക്ഷൻസ്. നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഒരു ഐ സെക്ഷൻ ആണ്. ഒരു സിമെട്രിക് ഐ സെക്ഷന്റെ സെക്ഷൻ മോഡുലസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഒരു ചെറിയ പ്രോബ്ലം വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, calculate the section modulus for a symmetric I section having overall depth 200 mm, width of flange 120 mm and thickness of flange and web as 10 mm. നോക്കാം, ഇതാണ് നമ്മുടെ ഐ സെക്ഷൻ എന്ന് പറയുന്നത്. ഐ സെക്ഷന്റെ ഡെപ്ത് 200 mm ആണ്. ഐ സെക്ഷന്റെ വിഡ്ത്ത് 120 mm ആണ്. ഡെപ്ത് 200 mm, വിഡ്ത്ത് 120 mm. ഇനി ഐ സെക്ഷൻ എടുത്തു, അതിന്റെ ഫ്ലേഞ്ചിന്റെ തിക്നെസ് 10 mm, എല്ലാ തിക്നെസ്സും 10 mm ആണ് തന്നിട്ടുണ്ട്. സോ ഫ്ലേഞ്ച് തിക്നെസ് 10 mm, വെബ് തിക്നെസ് 10 mm. സോ ഐ സെക്ഷൻ നമ്മൾ വരച്ചു. ഐ സെക്ഷൻ വരച്ചു കഴിഞ്ഞാൽ സോ ടോട്ടൽ 200 mm ആണ്, 10 mm ആണ് തിക്നെസ്. സോ വെബിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 180 mm ആണ് അല്ലെ. സോ 120 mm ആണ് ടോട്ടൽ, 10 mm ആണ് വെബിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മൾ ഇമേജ് വരച്ചു. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എന്താ? സെക്ഷൻ മോഡുലസ് ആണ്. സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? I by y max. സോ I by y max കിട്ടണമെങ്കിൽ ആദ്യം അതിന്റെ ന്യൂട്രൽ ആക്സിസ് എവിടെയാണെന്ന് അറിയും അല്ലെ. വേർ ഇസ് എ ന്യൂട്രൽ ആക്സിസ്? സിമെട്രിക് സെക്ഷൻ ആണ്. സിമെട്രിക് സെക്ഷൻ ആവുമ്പോൾ സെൻട്രോയിഡ് എവിടെയായിരിക്കും? സെൻട്രൽ ആണ്. സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്നത് തന്നെയാണ് ന്യൂട്രൽ ആക്സിസും. സോ സെൻട്രോയിഡ് അതിൽ ലൊക്കേറ്റ് ചെയ്യാൻ, സെൻട്രോയിഡ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഡെപ്ത് ബൈ 2 അല്ലെ. ടോട്ടൽ 200/2 അതിന്റെ സെൻട്രോയിഡ് ആക്ട് ചെയ്യുക. സോ y max is nothing but 200/2, that is 100 mm. മനസ്സിലായല്ലോ? ഇതിന്റെ ന്യൂട്രൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യുന്നത് സെൻട്രോയിഡിലാണെന്ന് നമുക്കറിയാം. സെൻട്രോയിഡ് എവിടെയാണ്? ഇത് സിമെട്രിക് സെക്ഷൻ ആയതുകൊണ്ട് അതിന് കൃത്യം സെൻട്രലായിരിക്കും. സെൻട്രോയിഡ് സിമെട്രിക് സെക്ഷൻ ആയതുകൊണ്ട് കൃത്യം സെൻട്രലായിരിക്കും. കൃത്യം സെൻട്രലായതുകൊണ്ട് ഇറ്റ് ഇസ് 200/2 which is 100 mm. So distance to the farthest fiber, അതാണ് YC max അല്ലെ. സോ സിമെട്രിക് ആയതുകൊണ്ട് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 200/2, 100 mm. സോ y max കിട്ടി, ഇറ്റ് ഈസ് 100 mm. ഇനി എന്താ വേണ്ടത്? മൊമെന്റ് ഓഫ് ഇനേഷ്യ I. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ച സമയത്ത് സിമെട്രിക് ഐ സെക്ഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുക? ഓർമ്മയുണ്ടോ? ഒരു വലിയ റെക്ടാങ്കിൾ ഉണ്ട് ഇവിടെ അല്ലെ. ഇങ്ങനെ ഒരു വലിയ റെക്ടാങ്കിൾ ഉണ്ട്. ആ വലിയ റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് ഈ രണ്ട് ചെറിയ റെക്ടാങ്കിൾ നമ്മളന്ന് ചിത്രത്തിൽ ഷെയ്ഡൊക്കെ ചെയ്ത് കണ്ടതാ. സോ ഇതൊരു വലിയ റെക്ടാങ്കിൾ, ആ വലിയ റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് ഈ രണ്ട് ചെറിയ റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിമെട്രിക് ഐ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടും. ഫോർ എ സിമെട്രിക് ഐ സെക്ഷൻ, മൊമെന്റ് ഓഫ് ഇനേഷ്യ ക്യാൻ ബി കമ്പ്യൂട്ടഡ് ബൈ subtracting the moment of inertia of two small rectangles from that of the biggest rectangle. So bigger rectangle എന്ന് പറഞ്ഞാൽ ഇവിടെ 200 into 120 ഉണ്ടോ? ഇതാണ് 200 into 120. ഈ ഒരു റെക്ടാങ്കിൾ ഉണ്ട്, അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് ഈ രണ്ട് റെക്ടാങ്കിൾ, ഈ വെബിന്റെയും ഫ്ലേഞ്ചിന്റെയും ഇടയ്ക്കുള്ള ഈ ഭാഗം, ഇവിടെ ഒരു റെക്ടാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു റെക്ടാങ്കിൾ, ആ രണ്ട് ഭാഗത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടും. ഇത് സിമെട്രിക് ഐ സെക്ഷന് മാത്രമേ പറ്റുള്ളൂ എന്ന് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ BD³/12 മൈനസ് 2 times സ്മോൾ BD³/12. സോ ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 120 ആണ്. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ 200 ആണ്. 120 into 200³/12 മൈനസ് 2 times ഈ ചെറിയ റെക്ടാങ്കിൾ. ചെറിയ റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാ? ടോട്ടൽ 120 ആണ്. 120 മൈനസ് 10,
അല്ലെ 120 മൈനസ് 10. 120 മൈനസ് 10 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡും കൂടെയുള്ള വിട്ട് കിട്ടി, അതേ ബൈ 2. അപ്പോൾ ഇവിടുത്തെ സിംഗിൾ കിട്ടി. മനസ്സിലായല്ലോ? ടോട്ടൽ 120 ആണ്. 120 മൈനസ് 10 എന്ന് പറഞ്ഞാൽ ഈ വെബ് ഒഴിച്ച് ബാക്കിയുള്ള ഈ ലെങ്ത് പ്ലസ് ഈ ലെങ്ത് കിട്ടി. നമുക്കൊരു റെക്ടാങ്കിളിന്റെ മാത്രം മതി. അപ്പോൾ ഒരു റെക്ടാങ്കിളിന്റെ മാത്രം മതി എന്ന് പറയുമ്പോൾ ബൈ 2 ചെയ്താൽ മതി. സോ 120 മൈനസ് 10 ബൈ 2. മനസ്സിലായല്ലോ? ഇൻറ്റു ഡെപ്ത് ക്യൂബ്. ഡെപ്ത് എത്രയാ? വെബിന്റെ ഡെപ്ത് അല്ലെ? ഈ ഒരു റെക്ടാങ്കിൾ ആണ് നമ്മൾ പറയുന്നത് അല്ലെ? ഈ ഒരു ചെറിയ പോർഷനുള്ള റെക്ടാങ്കിൾ ആണ്. സോ അവിടുത്തെ വിഡ്ത്ത് ആണ് 120 മൈനസ് 10 ബൈ 2. അവിടുത്തെ ഡെപ്ത് ആണ് 180. സോ 120 മൈനസ് 10 ബൈ 2 ഇൻറ്റു 180 ക്യൂബ് ബൈ 12. സോ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ ത്രൂ ദ സെൻട്രോയിഡൽ ആക്സിസ് കിട്ടി. അതിന്റെ വാല്യൂ 26.54 ഇൻറ്റു 10⁶ mm⁴ എന്ന് നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടും. നമ്മൾ പറഞ്ഞു മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ mm⁴ ആണ്. ഓക്കെ, mm⁴. ബേസ്ഡ് ഓൺ ദി യൂണിറ്റ്, ഇവിടെ മില്ലിമീറ്റർ ആയതുകൊണ്ട് ⁴. ഓക്കെ, now you got y max. What is your section modulus? I by y max. Z is nothing but I by y max. I കിട്ടിയിട്ടുണ്ട്. What is I? 26.54 into 10⁶ divided by 100. ഇതൊന്ന് ഡിസ്ലൊക്കേറ്റ് ആയതാണ്, just ignore that. It is 26.54 into 10⁶ divided by 100, which is equal to 26.54 into 10⁴ millimeter cube. സോ ഇങ്ങനെയാണ് സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കുക. സോ സെക്ഷൻ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ല നമ്മുടെ യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം. നമ്മൾ നേരത്തെ പെർമിസിബിൾ സ്ട്രെസ് ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു സെക്ഷൻ എത്ര മൊമെന്റ് കപ്പാസിറ്റി ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ഈ മൊഡ്യൂളിൽ ഈ ഒരു പെർട്ടിക്കുലർ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തേത് ഒരു സെക്ഷൻ അക്രോസ് ആയിട്ടുള്ള ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. അതിനെന്താ ചെയ്യേണ്ടത്? സെക്ഷൻ മോഡുലസ് കണ്ടുപിടിച്ചിട്ട് ടോപ്പിലെയും ബോട്ടത്തിലെയും ബെൻഡിങ് സ്ട്രെസ്സസ് കണ്ടുപിടിച്ചിട്ട് ആ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആയി. രണ്ടാമത്തെ പെർട്ടിക്കുലർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ബീമിന്റെ പെർമിസിബിൾ സ്ട്രെസ് തരും. ആ പെർമിസിബിൾ സ്ട്രെസ് വെച്ചിട്ട് നമുക്ക് ആ ബീമിന് എത്ര ലോഡ് മാക്സിമം കൊടുക്കാൻ പറ്റുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ രണ്ട് രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ആ പ്രോബ്ലംസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് നിങ്ങൾ ഇതുവരെ ഉള്ളതിൽ കണ്ടു കാണും. സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കുന്നതിന് മൊമെന്റ് ഓഫ് ഇനേഷ്യ വേണം. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ കാൽക്കുലേഷൻ ഒക്കെ ഫസ്റ്റ് മോഡ്യൂളിൽ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നോക്കിയിട്ട് വരാം. We will discuss these problems in the next class. Till then, bye.